അമേരിക്കൻ സൈന്യത്തിന്റെ സ്ഫോടക വസ്തുക്കൾ നിർമ്മിക്കുന്ന പ്ലാന്റിലുണ്ടായ സ്ഫോടനത്തിൽ 18 പേരെ കാണാതായി. ടെന്നസിയിലെ ഗ്രാമീണ മേഖലയിൽ പ്രവർത്തിക്കുന്ന അമേരിക്കൻ സൈന്യത്തിന്റെ ആയുധപ്പുരയിലാണ് സ്ഫോടനമുണ്ടായത്. US സൈന്യത്തിനായുള്ള സ്ഫോടക വസ്തുക്കളും വെടിക്കോപ്പുകളും നിർമ്മിക്കുകയും പരീക്ഷിക്കുകയും ചെയ്യുന്ന 8 കെട്ടിടങ്ങളുള്ള ആക്യുറേറ്റ് എനർജിക് സിസ്റ്റംസിലാണ് സ്ഫോടനം. 15 മൈലുകൾ വരെ ദൂരത്തിൽ സ്ഫോടനത്തിന്റെ പ്രകമ്പനം അനുഭവപ്പെട്ടതായി, സ്ഫോടനത്തെ തുടർന്ന് അവശിഷ്ടങ്ങൾ വളരെ ദൂരത്തേക്ക് തെറിച്ചുവെന്നും റിപ്പോർട്ടുകൾ പറയുന്നുണ്ട്. ആദ്യം 19 പേരെ കാണാതായെന്ന റിപ്പോർട്ടുകളാണ് പുറത്തു വന്നത്. എന്നാൽ ഇവരിലൊരാൾ അദ്ദേഹത്തിന്റെ വീട്ടിലുണ്ടെന്ന് സ്ഥിരീകരിച്ചതോടെ കാണാതായവരുടെ പട്ടിക 18 ആയി. തുടർച്ചയായ സ്ഫോടനങ്ങൾ മൂലം ദ്രുത പ്രതികരണ സേനാംഗങ്ങൾക്ക് ഇവിടേക്ക് ആദ്യം എത്തിച്ചേരാനായില്ല. ഉച്ചയോടെയാണ് ഇവിടെ രക്ഷാപ്രവർത്തനവും തിരച്ചിലും തുടങ്ങിയത്. വലിയ സ്ഫോടക വസ്തുക്കൾ, കുഴിബോംബുകൾ, C4 പോലുള്ള യുദ്ധോപകരണങ്ങളടക്കം സൂക്ഷിച്ചിരുന്ന സ്ഥലങ്ങളാണ് ഇവിടം. ഈ പ്രദേശത്ത് മുൻപും സ്ഫോടനം നടന്നിട്ടുണ്ട്. 2014 ഇവിടെ അടുത്ത് വെടിമരുന്ന് പ്ലാന്റിൽ ഉണ്ടായ സമാനമായ സ്ഫോടനത്തിൽ ഒരാൾ കൊല്ലപ്പെടുകയും നിരവധി പേർക്ക് പരിക്കേൽക്കുകയും ചെയ്തിരുന്നു. ഇപ്പോൾ സ്ഫോടനം നടന്ന ആക്യുറസ് എനർജിക് സിസ്റ്റംസിന് അപകടകരമായ വസ്തുക്കളുമായി സമ്പർക്കം പുലർത്തുന്നതുമായി ബന്ധപ്പെട്ട തൊഴിലാളികളുടെ സുരക്ഷാ മാനദണ്ഡം ലംഘിച്ചതിന് 2019 പിഴ ചുമത്തിയിരുന്നു. സ്ഫോടനത്തിന്റെ കാരണം സംബന്ധിച്ച് അന്വേഷണം നടക്കുകയാണ്. അതേസമയം US പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപിന്റെ മധ്യസ്ഥതയിൽ ബന്ദികളെ മോചിപ്പിക്കുന്നതിനുള്ള കരാറിനെ തുടർന്ന് ഇസ്രായേലും ഹമാസും തമ്മിലുള്ള ഗാസ വെടിനിർത്തൽ മേൽനോട്ടം വഹിക്കാൻ 200 പേരടങ്ങുന്ന ഒരു അമേരിക്കൻ സൈനിക സംഘത്തെ മിഡിൽ ഈസ്റ്റിലേക്ക് വിന്യസിക്കുമെന്ന് മുതിർന്ന US ഉദ്യോഗസ്ഥർ വ്യക്തമാക്കി. US സൈന്യത്തിന്റെ സെൻട്രൽ കമാൻഡിന്റെ തലവനായ അഡ്മിറൽ ബ്രാഡ് കൂപ്പറിന് തുടക്കത്തിൽ 200 പേർ നിലത്തുണ്ടാകും. മേൽനോട്ടം വഹിക്കുക, നിരീക്ഷിക്കുക, ലംഘനങ്ങൾ ഇല്ലെന്ന് ഉറപ്പാക്കുക എന്നിവയാണ് അദ്ദേഹത്തിന്റെ പങ്ക്. ഒരു മുതിർന്ന ഉദ്യോഗസ്ഥൻ മാധ്യമപ്രവർത്തകരോട് പറഞ്ഞതാണ്. ഈജിപ്ഷ്യൻ, ഖത്തർ, തുർക്കി, ഒരുപക്ഷെ എമിറാത്തി സൈനിക ഉദ്യോഗസ്ഥർ ടീമിൽ ഉൾപ്പെടുമെന്നും അദ്ദേഹം പറഞ്ഞു. ഒരു US സൈനികനും ഗാസയിലേക്ക് പോകാൻ ഉദ്ദേശിക്കുന്നില്ല എന്ന് രണ്ടാമത്തെ ഉദ്യോഗസ്ഥൻ വ്യക്തമാക്കി. നിങ്ങൾക്കിഷ്ടമാണെങ്കിൽ അതിനെ ഒരു കൂട്ടായ സ്ഥാപനമാക്കുക എന്നതാണ് ആശയം. ഇസ്രായേലികൾ അവരുമായി നിരന്തരം സമ്പർക്കം പുലർത്തുമെന്ന് വ്യക്തമാണെന്നും അഡ്മിറൽ കൂപ്പറെ മുറിയിൽ ഇരുത്തിയത് അറബ് രാജ്യങ്ങൾക്ക് വളരെയധികം ആത്മവിശ്വാസവും സുരക്ഷയും നൽകിയെന്നും അവർ കൂട്ടിച്ചേർത്തു. അതിനാൽ ഞങ്ങൾ വളരെ ശക്തമായ ഒരു പങ്ക് വഹിക്കുന്നുണ്ടെന്ന് ഹമാസിന് കൈമാറി. അല്ലെങ്കിൽ പ്രസിഡന്റ് തന്റെ ഉറപ്പുകൾക്കും പ്രതിബദ്ധതകൾക്കും പിന്നിൽ നിൽക്കുന്നതിൽ വളരെ ശക്തമായ ഒരു നിലപാട് സ്വീകരിക്കുന്നു. സംയുക്ത നിയന്ത്രണ കേന്ദ്രം സൃഷ്ടിക്കാൻ സഹായിക്കുന്നതിനും തുടർന്ന് ഇസ്രായേൽ പ്രതിരോധ സേനയുടെ സംഘർഷം ഒഴിവാക്കാൻ അവിടെ പോകുന്ന മറ്റെല്ലാ സുരക്ഷാ സേനകളെയും സംയോജിപ്പിക്കുന്നതിനും US ഉദ്യോഗസ്ഥർ ഉദ്ദേശിച്ചിരുന്നതായി ഉദ്യോഗസ്ഥർ പറഞ്ഞു. ഗതാഗതം, ആസൂത്രണം, സുരക്ഷ, ലോജിസ്റ്റിക്സ്, എഞ്ചിനീയറിംഗ് എന്നിവയിൽ സൈനികർക്ക് വൈദഗ്ധ്യം ഉണ്ടായിരിക്കുമെന്നും ഒരു ഉദ്യോഗസ്ഥൻ പറഞ്ഞു. സൈനികർ ഇതിനകം എത്തിത്തുടങ്ങിയിട്ടുണ്ടെന്നും കേന്ദ്രം സ്ഥാപിക്കുന്നതിനുള്ള ആസൂത്രണവും ശ്രമങ്ങളും ആരംഭിക്കുന്നതിനായി വാരാന്ത്യത്തിൽ മേഖലയിലേക്ക് യാത്ര തുടരുമെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു. US സൈന്യം ഈജിപ്തിൽ വിന്യസിക്കുമെന്ന് ഈ വിഷയവുമായി പരിചയമുള്ള ഒരു സ്രോതസ് ടൈംസ് ഓഫ് ഇസ്രായേലിനോട് പറഞ്ഞു. എന്നാൽ വൈറ്റ് ഹൌസ് പ്രസ് സെക്രട്ടറി കരോലിൻ ലിവിറ്റ് സൈനികരെ ഇസ്രായേലിലേക്ക് വിന്യസിക്കുമെന്ന് സൂചിപ്പിച്ചു. ഖത്തർ, ഈജിപ്ഷ്യൻ, തുർക്കി സൈനികരും പദ്ധതിയിൽ പങ്കാളികളാകുമെന്ന് വൈറ്റ് ഹൌസ് ഉദ്യോഗസ്ഥർ വെളിപ്പെടുത്തിയ സാഹചര്യത്തിൽ ഇസ്രായേൽ ആസ്ഥാനമായുള്ള ഒരു കമാൻഡ് സെന്റർ എങ്ങനെ പ്രവർത്തിക്കുമെന്ന് വ്യക്തമല്ല. ഖത്തറുമായുള്ള നയതന്ത്ര ബന്ധം ഇസ്രായേൽ സാധാരണ നിലയിലാക്കിയിട്ടില്ലാത്തതിനാലും തുർക്കിയുമായുള്ള ബന്ധം ഏറ്റവും മോശമായതിനാലും ഈജിപ്തിനെ കൂടുതൽ പ്രായോഗികമായ ഒരു ആതിഥേയ രാജ്യമാക്കി മാറ്റുന്നതിനാണ് പദ്ധതി വെളിപ്പെടുത്തിയത്. ന്യൂസ് ഡെസ്ക് കർമ്മ ന്യൂസ്.